ഹലോ, ഇന്നൊരു ക്ലീനിങ് ആൻഡ് ഓർഗനൈസേഷൻ്റെ വീഡിയോ ആണ്. അപ്പോൾ അതിൽ രണ്ട് ടോപ്പിക്കാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഒന്ന്, നമ്മൾ ഓൾറെഡി ക്ലീൻഡ് ആയിട്ടുള്ള സ്പേസിനെ എങ്ങനെ ക്ലീൻനെസ് മെയിൻറ്റെയിൻ ചെയ്യാമെന്നുള്ളതും, പിന്നെ നമ്മുടെ റംസാൻ ക്ലീനിങ് സീരീസിൻ്റെ ഭാഗമായിട്ട് ഒരു ചെറിയ ഏരിയ, നമ്മുടെ വീട്ടിലുള്ള ഏറ്റവും ക്ലട്ടേർഡ് ആയിട്ടുള്ള ചെറിയൊരു ഏരിയ പിക്ക് ചെയ്തിട്ട് ഡെയിലി ബേസിസിലുള്ള ഒരു ക്ലീനിങ് കൂടിയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതാ ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് മെയിൻ്റെനൻസ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ഓൾറെഡി ക്ലീൻഡ് ആയിട്ടുള്ള സ്പേസിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുക്കലാണ്. അപ്പോൾ എൻ്റെ ബെഡ്റൂം കാര്യങ്ങളൊക്കെ ഡീപ്പ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇത് 1 വീക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീക്ക്ലി ക്ലീനിങ് കൂടെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ആദ്യം തന്നെ ബെഡ് മേക്കിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ 1 വീക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പില്ലോസ്, ബെഡ്ഷീറ്റ് എല്ലാം ഒന്ന് ചേഞ്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ ബ്ലാങ്കറ്റ്സ് ഒക്കെ മടക്കിയിട്ട് ബെഡിൽ തന്നെ വെക്കാണ്ട്, അത് നമ്മളെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും വന്നിട്ട് അത് യൂസ് ചെയ്യാനും അങ്ങനെ അതിൽ ഡസ്റ്റൊക്കെ ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ബ്ലാങ്കറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഷെൽഫിൽ തന്നെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നെക്സ്റ്റ് ഇതാ ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു ഹാക്കാണ് ഷോക്സ് യൂസ് ചെയ്യുക എന്നുള്ളത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ലൊരു ടിപ്പാണിത്. സാധാരണ നമ്മൾ ഗ്ലോ യൂസ് ചെയ്യുന്ന പോലെ കയ്യിലൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ആ ഒരു ലിക്വിഡ് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ സ്പ്രേ ബോട്ടിൽ യൂസ് ചെയ്യുമ്പോൾ വളരെ എളുപ്പമാണ് കേട്ടോ നമുക്ക് ഡെയിലി ക്ലീനിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ ഡൈല്യൂട്ട് ചെയ്ത് എടുത്തിട്ടുള്ളൊരു സ്പ്രേ ബോട്ടിലാണ്. അപ്പോൾ ചെറിയ ക്ലീനിങ്ങൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് മാറാലൊന്നുമില്ല, ജസ്റ്റ് ആ ഒരു ഡസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണമെങ്കിൽ ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒരു വൈപ്പൊക്കെ കൊടുത്താൽ തന്നെ ക്ലീനായി കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇത് വിൻഡോസ്, ഫർണിച്ചേഴ്സ്, ഷെൽഫ് കാര്യങ്ങളെല്ലാം ഇത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു ഷോക്സ് വെച്ചിട്ടൊന്ന് റൺ ചെയ്തെടുത്താൽ തന്നെ ക്ലീനായി കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീക്ക്ലി ക്ലീനിങ് ഒക്കെ നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മൾ വിൻഡോ ഫുള്ളായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഷെൽഫ്, ഫർണിച്ചർ എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു മിറർ കാര്യങ്ങളൊക്കെ ഈ ഒരു ഷോക്സ് വെച്ചിട്ട് തന്നെ നമുക്ക് നീറ്റായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. പിന്നെ നമ്മൾ ഡെക്കറേറ്റീവ് പീസൊക്കെ റൂമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഗ്ലൗസ് ഒന്ന് ആ ഒരു പ്ലേസ് ഒന്ന് മാറ്റി കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ മതിയാകും. എന്നിട്ട് നമുക്കത് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് റീയൂസൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. ആ ഒരു മെറ്റീരിയൽ ഇങ്ങനെയുള്ള ക്ലീനിങ്ങിന് ഭയങ്കര ആപ്റ്റാണ്. അപ്പോൾ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. ഭയങ്കര ഈസി ആയിരിക്കും നിങ്ങളുടെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ വീക്ക്ലി ക്ലീനിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഡെയിലി ക്ലീനിങ്ങിൽ വരുന്ന ഫ്ലോർ ക്ലീനിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മാറ്റ് കാര്യങ്ങളൊക്കെ, ഫ്ലോറിലുള്ള മാറ്റൊക്കെ ഒന്ന് ഡസ്റ്റ് ഫ്രീ ആക്കി എടുക്കുക. പിന്നെ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ള ഓരോന്നും എല്ലാ ദിവസവും കേട്ടോ അത് ചെയ്യേണ്ടതാണ്. എല്ലാ ദിവസവും ആ ഒരു പ്ലേസിൽ നിന്ന് എടുത്ത് തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യേണ്ടതാണ്. ഇനിയിപ്പോൾ ഇതെൻ്റെ വീക്ക്ലി ക്ലീനിങ് കൂടി ആയതുകൊണ്ട് ആ ഒരു പ്ലാന്റ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് സൺലൈറ്റ് കിട്ടുന്ന രീതിയിലൊന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ അത് രാവിലെ വെച്ചിട്ട് ഈവനിങ് പിന്നെയും കൊണ്ടുവന്ന് റീപ്ലേസ് ചെയ്യലാണ് ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ള ഫർണിച്ചർ കാര്യങ്ങളൊക്കെ അല്ല, അപ്പോൾ അതിൻ്റെ അടിയിലുള്ളതും കൂടെ ഇതുപോലെയുള്ള ബ്രഷൊക്കെ വെച്ചിട്ട് നീറ്റ്ലി, നല്ല ഡസ്റ്റ് ഉണ്ടാവും കേട്ടോ അതിൻ്റെ അടിയിലും. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂല് വെച്ചിട്ട് പറ്റുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള ബ്രഷ് യൂസ് ചെയ്തിട്ട് നീറ്റ്ലി ക്ലീൻ ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഒരു പൊടിയുടെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല, നല്ല രീതിയിൽ നീറ്റായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് കിട്ടുന്നതാണ്. നെക്സ്റ്റ് ഇതാ നമ്മൾ കാർപ്പറ്റ് വിരിച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതാ ബെഡ്ഷീറ്റും കൂടെ ഒന്ന് ചേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ക്ലീൻ ചെയ്തിട്ടുള്ള ഏരിയാസ് ഫുള്ള് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ കുഷൻസൊക്കെ എക്സ്ട്രാസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പില്ലോ കവേഴ്സൊക്കെ നമുക്ക് എക്സ്ട്രാ ഇല്ലെങ്കിൽ ഞാൻ അത് DIY ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ആ ഒരു യെല്ലോ പില്ലോ കേസ് ഷോൾ വെച്ചിട്ട്, നമ്മുടെ പഴയ ഷോളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് പില്ലോ കേസ്. അപ്പോൾ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി ബെഡ്ഷീറ്റിൻ്റെ കൂടെ കിട്ടുന്ന പില്ലോ കേസ് അല്ലാതെ നമുക്ക് എക്സ്ട്രാ പില്ലോസൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഇതുപോലെ DIY ചെയ്തിട്ട് നമുക്ക് പില്ലോ കേസ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മുടെ കയ്യിലുള്ള ഷോള് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് ഇനി നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുള്ള ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അപ്പോൾ തന്നെ ആ ഒരു ഡേയിൽ തന്നെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ എവിടെയെങ്കിലും ബെഡ്ഷീറ്റോ കുഷൻ കവേഴ്സോ ഇതൊക്കെ വാഷ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ അതും കൂടെ ഒന്ന് വാഷ് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളവിടെ ബെഡ്റൂമിൽ പ്ലേസ് ചെയ്തിട്ടുള്ള ഫർണിച്ചേഴ്സിൻ്റെ സർഫേസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ആ ഒരു വിഷ്വൽ ക്ലട്ടറൊക്കെ ഒഴിവാക്കിയിട്ട് നീറ്റായിട്ട് തന്നെ ഓർഗനൈസ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ എപ്പോഴും ഒരു നീറ്റ് ആൻഡ് ഓർഗനൈസ്ഡ് ലുക്ക് നമ്മുടെ ബെഡ്റൂമിനൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ചെറിയ കാര്യങ്ങളൊക്കെയാണ്, അതൊക്കെ ഒരു 1 മിനിറ്റിൽ നമുക്ക് എപ്പോഴും ഡെയിലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ഇതൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിൽ വാഷ് ചെയ്യാനിടുന്നുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഒരു ചെറിയൊരു സ്പേസ്, നമ്മുടെ വീട്ടിൽ ക്ലട്ടേർഡ് ആയിട്ടുള്ള ഒരു സ്പേസ് പിക്ക്
പിക്ക് ചെയ്തിട്ട് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മുടെ റംസാൻ ക്ലീനിങ്ങിൻ്റെ സീരീസിലാണ് നമ്മളിത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഏരിയ ആണ്, ഇതാണ് ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഏറ്റവും ക്ലട്ടേഡായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു സ്പേസ്. എത്ര ക്ലീൻ ചെയ്ത് വെച്ചാലും എല്ലാവരും യൂസ് ചെയ്യുന്നൊരു സ്പേസാണ് ഇതിൻ്റെ അണ്ടർ ഷെൽഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും മുകളിലുള്ള ആ ഒരു റാക്കിൽ കുഴപ്പമില്ല, നമ്മൾ തന്നെ യൂസ് ചെയ്യുന്ന റാക്കാണ്. പിന്നെ വന്നിട്ട് ഈ ഒരു ഏരിയ എല്ലാവരും ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുന്ന ഏരിയ ആണ് ഇതും. പിന്നെ ഇതിൻ്റെ അടിയിലുള്ളത് അത് ചെറിയ മുളക്ക ഉള്ളതുകൊണ്ട് അവൾക്കും കൂടെ ഹാൻഡിയാണ് ആ ഒരു സ്പേസ്, ഇതിൻ്റെ താഴെയുള്ള സ്പേസ്. അപ്പോൾ അവളും കൂടെ എടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് ആ ഒരു സ്പേസും കൂടെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കേണ്ടതുണ്ട്. മുതിർന്നവർ മാത്രമുള്ള വീട്ടിൽ ഒരു പ്രാവശ്യം ചെയ്യേണ്ട കാര്യം നമ്മൾ കുട്ടികളുടെ വീട്ടിൽ 10 പ്രാവശ്യം ചെയ്തെടുക്കേണ്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും സെയിം വേയിൽ ആ ഒരു ക്ലീൻനെസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്നില്ല. അപ്പോൾ ഇവിടെ പെർമനൻറ്റ് മാർക്കറൊക്കെ വെച്ചിട്ട് വരച്ചിട്ടുണ്ട്, അതും ഫ്ലോറിലും കൂടെ വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ ഡെയിലി എന്തെങ്കിലുമൊക്കെ പണി തന്നുകൊണ്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ കുട്ടികളായതുകൊണ്ട് നമുക്കൊന്നും പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും പറ്റില്ലല്ലോ. ചിലതൊക്കെ നമ്മൾ കണ്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ഓരോന്നും കൊണ്ടുവന്ന് ഡസ്റ്റ്ബിന്നിലൊക്കെ ഇടുന്നതൊക്കെ അവർക്ക് അതൊക്കെ ശീലമായിട്ടുണ്ട്. അപ്പോൾ ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിലും അവിടെ ഇവിടെ ഒന്നും ഇടില്ല, അതൊക്കെ കൊണ്ടുവന്ന് ഡസ്റ്റ്ബിന്നിൽ തന്നെ ഇടും. ഇങ്ങനെയുള്ള ഏരിയാസിലൊക്കെ വരക്കലുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണെന്ന് തോന്നി ക്ലീൻ ചെയ്യാൻ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനും കൂടെ ഒന്ന് റിഫ്രഷായി വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വിചാരിച്ചിട്ടുള്ളത് ഡീക്ലറ്ററിങ് ആണ് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഡീക്ലറ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനം മാത്രം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ക്ലീൻ ചെയ്തിട്ട് അത് ഓർഗനൈസ് ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇങ്ങനെയുള്ള ക്ലീനിങ്ങിന് ചെയ്യേണ്ടത് ഡീക്ലറ്ററാണ്. അപ്പോൾ ആദ്യം ഞാനൊരു ബോക്സ് പിക്ക് ചെയ്തിട്ടുണ്ട്, അതിലുള്ള ഐറ്റംസൊക്കെ ഒന്ന് ഡീക്ലറ്റർ ചെയ്തെടുക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഒന്ന് ഡീക്ലറ്റർ ചെയ്യുന്നുണ്ട്. അതുപോലെ എല്ലാ ബോക്സിൽ നിന്നും ആവശ്യമില്ലാത്തതും ഡേറ്റ് എക്സ്പയർ ആയിട്ടുള്ളതും കാര്യങ്ങളെല്ലാം ഒന്ന് ഡീക്ലറ്റർ ചെയ്തതിന് ശേഷം ആ ഒരു സ്പേസ് ക്ലീൻ ചെയ്തിട്ട് നീറ്റ്ലി ഓർഗനൈസ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഓരോ ബാസ്ക്കറ്റും ക്ലീൻ ചെയ്തിട്ട് ആവശ്യമുള്ളത് മാത്രം ഒന്ന് പ്ലേസ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഓരോന്നും സെഗ്രിഗേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ സ്റ്റോർ ചെയ്തെടുക്കുന്നത്. ഫസ്റ്റിൽ നമ്മൾ സ്റ്റോർ ചെയ്തെടുത്തിട്ടുള്ളത് എനിക്ക് മെഷീൻ സ്വിങ് ആവശ്യത്തിനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. നെക്സ്റ്റ് നമ്മൾ മെഡിസിൻസ് ആണ്, പിന്നെ മെഡിസിൻ ബോട്ടിൽസ് എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പെർഫ്യൂംസ് എടുത്തിട്ടുണ്ട്. ഇനി റീഫില്ല് ചെയ്യേണ്ട ആവശ്യമുള്ളത് കാര്യങ്ങളൊക്കെ റീലോഡ് ചെയ്യേണ്ടതൊക്കെ അതും ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ ആക്സസറീസ് ആണ്, കോസ്മെറ്റിക്സ് ഐറ്റംസ് ഒക്കെയാണ്, ഹെയർ ഓയിൽ, പൗഡർ, ലോഷൻ കാര്യങ്ങളൊക്കെയാണ്. നെക്സ്റ്റ് ഈ ഒരു കോർണറിൽ ഒരു കപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിൽ ലോങ് കോംസൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓർഗനൈസറിലാണ് ഞാൻ ഇങ്ങനെയുള്ള ടൈനി ഐറ്റംസൊക്കെ സ്റ്റോർ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല കംഫർട്ടബിളാണ്. എന്തൊക്കെ ഉണ്ടെന്നുള്ളത് വിസിബിളും കൂടിയിട്ടാണ് അങ്ങനെയുള്ള ഓർഗനൈസർ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. നെക്സ്റ്റ് നമ്മുടെ ഹെയർ ആക്സസറീസൊക്കെ മുകളിലതൊക്കെ ആണെങ്കിൽ കുറച്ച് ഡേർട്ടൊക്കെ ആയതൊക്കെ ഞാനിങ്ങനെ ഷാമ്പൂലൊക്കെയാണ് കഴുകിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് തന്നെ ഒരു ബാസ്ക്കറ്റും ഒരു ബ്രഷൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കോമ്പും ഹെയർ ആക്സസറീസൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ മോട്ടിവേറ്റഡ് ആണ്. അവർക്കും കൂടെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യാനും കൂടെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ അവളും കൂടെ അത് ചെയ്യലുണ്ട്. ഇപ്പോൾ ഞാൻ ഇത് 3
ഒന്ന് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിയുമ്പോഴേക്കും അതും കൂടെ ഒന്ന് വാഷ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് ഇതാ ഈ ഒരു ബാസ്ക്കറ്റിലാണ് നമ്മൾ ക്ലിപ്സ് അതുപോലെ കോമ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ പെൺകുട്ടികളാകുമ്പോൾ അവർക്ക് ചെറിയ ചെറിയ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടാവും സ്റ്റോർ ചെയ്യാനായിട്ട്. അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഓരോ ചെറിയ കണ്ടെയ്നേഴ്സൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കോമ്പും കൂടെ സ്റ്റോർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റാക്ക് ഫുള്ളായിട്ട് തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഈ ഒരു റാക്കാണ് ക്ലീൻ ചെയ്തെടുക്കാനായിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഇതിലുള്ള ഐറ്റംസൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇവിടെയുള്ള ഈ സ്റ്റെയിനൊക്കെ ഒന്ന് കളയേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതാ ഇതിൽ നമുക്ക് മോൾക്ക് ചെറുതായിട്ടുള്ള കുറച്ച് ഡ്രസ്സാണ് മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ടീ ക്ലിറ്റർ ആട്ടോ ആദ്യം ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തെടുത്താൽ തന്നെ ഒരുപാട് സ്പേസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ആദ്യം ഡീ ക്ലിറ്റർ ചെയ്യുന്നുണ്ട്, പിന്നെ ക്ലീൻ ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. നമ്മളിത് റാക്കിലെയും പിന്നെ ഫ്ലോറിലുള്ള ആ ഒരു മാർക്കറിൻ്റെ സ്റ്റെയിനൊക്കെ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി റാക്കിലേക്ക് നല്ലൊരു ലൈനർ ഷീറ്റും കൂടെ ഒന്ന് വിരിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വാഷ് ചെയ്യാനിട്ടത് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് വിരിച്ചെടുക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഉച്ചനമസ്കാരത്തിൻ്റെ ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യാൻ നിൽക്കുമ്പോൾ നമ്മുടെ ഡെയിലി റൂട്ടീനൊന്നും മുടങ്ങാതെ വേണം ക്ലീൻ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള പ്രിക്കോഷൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേണം നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട്. കുക്കിംഗ് ഒക്കെ ആണെങ്കിൽ അത് നേരത്തെ ചെയ്ത് വെക്കേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മുടെ ക്ലീനിങ്ങിൻ്റെ ഇടയിൽ അതിന് വേണ്ടിയിട്ട് ടൈം കണ്ടെത്തേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഓരോ കാര്യവും ചെയ്തെടുത്തിട്ട് തന്നെ വേണം നമ്മൾ ക്ലീൻ ചെയ്യാനും വേണ്ടിയിട്ട്. അപ്പോൾ ക്ലീനിങ്ങിനായിട്ട് ഫുൾ ഡേ ഡെഡിക്കേറ്റഡ് ആക്കിയിട്ട് അങ്ങനെ വെക്കരുത്. അപ്പോൾ നമ്മൾ ഒരുപാട് ടയേർഡ് ആവുകയും ചെയ്യും. നമ്മൾ പ്രോപ്പറായിട്ട് നമ്മളെ റൂട്ടീൻ ഫോളോ ചെയ്യാണ്ടും വരും. അപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ നീറ്റായിട്ട് ഓരോന്നിനും ടൈം ഓർഗനൈസ് ചെയ്ത് എടുക്കേണ്ടതാണ്. ഇതിപ്പോൾ ഞാനിവിടെ നമ്മുടെ ലൈനറൊക്കെ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി മോളുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ബാസ്ക്കറ്റിലേക്ക് ഓർഗനൈസും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ കുറച്ച് കാർഡ് ബോർഡ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ലിഡാക്കിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാർഡ് ബോർഡ് എടുത്തിട്ടുള്ളത്. ഇനി ഇതും കൂടെ ഞാനൊന്ന് നീറ്റ്ലി കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാർഡ്ബോർഡ് ഷീറ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. സെയിം ആ ഒരു 3 വലിയ ബാസ്ക്കറ്റിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ പുറത്ത് പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് ഡെയിലി നമ്മൾ എടുക്കില്ലല്ലോ. അപ്പോൾ അതിലേക്കൊരു ലിഡ് വെച്ചിട്ട് അതിൻ്റെ വേർട്ടിക്കൽ സ്പേസും കൂടെ നമുക്ക് ഈസിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു ഡ്രസ്സ് കവറായി കിടക്കുകയും ചെയ്യും. നമുക്ക് ഡെയിലി ബേസിസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സ് ഇതിൻ്റെ മുകളിൽ വെക്കുകയും ചെയ്യാം. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ ബാസ്ക്കറ്റൊക്കെ ഇതിൻ്റെ മുകളിലും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഏതൊരു സ്പേസിൻ്റെയും ആ ഒരു ക്ലീൻനെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടത് എക്സ്ട്രാ ബാസ്ക്കറ്റ് അല്ലെങ്കിൽ എക്സ്ട്രാ സ്പേസ് ലീവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ തന്നെ പെട്ടെന്നൊരു കാര്യം കൊണ്ടുവന്ന് വെക്കുമ്പോൾ നമുക്ക് ആ ഒരു ക്ലട്ടർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള DIY ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസറാണ്. അപ്പോൾ ഇതിലേക്കൊക്കെ നീറ്റ്ലി നമുക്ക് ഓർഗനൈസ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഒരുപാട് മാസമായിട്ടുണ്ട് കേട്ടോ ചെയ്തെടുത്തിട്ട്. അപ്പോൾ ഒരു കുഴപ്പം വരാതെ ഒരു 7-8 മാസമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ബാസ്ക്കറ്റും കൂടെ നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ പ്ലാസ്റ്റിക് ബാസ്ക്കറ്റ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. കാർഡ്ബോർഡൊക്കെ വെച്ചിട്ട് ഇതുപോലെ നീറ്റ്ലി കവർ ചെയ്തെടുത്താൽ തന്നെ മതിയാകും. നെക്സ്റ്റ് നമുക്ക് ഓർഗനൈസ് ചെയ്യാനായിട്ടുള്ളത് ഈ ഒരു ലാസ്റ്റ് ടോയ്സും ടൂൾസൊക്കെ വെക്കുന്ന ഈ ഒരു റാക്കും പിന്നെ നമ്മുടെ മേലത്തെ ഖുർആനും പിന്നെ നമ്മുടെ DIYസിൻ്റെ ഇതൊക്കെ വെക്കുന്ന ബാസ്ക്കറ്റൊക്കെ വെക്കുന്ന ഈ ഒരു റാക്കും കൂടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു സ്പേസ് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. ഈ ഒരു ബാസ്ക്കറ്റ് 3 ഞാൻ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു സ്പേസ് ക്ലീൻ ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതിൽ വരുന്ന ബുക്സും ഖുർആനും കാര്യങ്ങളൊക്കെയാണ് ക്ലീൻ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ഒന്ന് എടുത്ത് ഡസ്റ്റ് ഫ്രീ ആക്കിയിട്ട് ആ ഒരു ഏരിയയും പിന്നെ ആ ഒരു ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് റീപ്ലേസ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇതാ ആ ഒരു ഭാഗം ഫുള്ളായിട്ട് തന്നെ നീറ്റ്ലി ക്ലീനാക്കി ഓർഗനൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ടോയ്സാണ്. അപ്പോൾ ടോയ്സിലും ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഡീക്ലട്ടർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഡിസ്കാർഡ് ചെയ്യുന്നില്ല, ടോയ്സൊക്കെ നീഡി ഹാൻഡ്സിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ കുറച്ച് ടോയ്സൊക്കെ ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. അത്യാവശ്യം അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ളതും യൂസ് ചെയ്യുന്നതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഞാൻ ഡീക്ലട്ടർ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാ പ്രാവശ്യവും നമുക്ക് കുട്ടികളതൊക്കെ ആണെങ്കിൽ ഡ്രസ്സെങ്കിലും ടോയ്സ് ആണെങ്കിലും എന്തായാലും അവർക്ക് ഡീക്ലട്ടറിങ്ങിൻ്റെ ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ അത് പ്രോപ്പർലി ടൈം ടു ടൈം ചെയ്തെടുത്തിട്ടില്ലെങ്കിൽ ഒരുപാട് ക്ലട്ടറായിരിക്കും നമ്മൾ വീട്ടിൽ സൂക്ഷിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് അതൊക്കെ ഒന്ന് നീറ്റാക്കി ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ ലാസ്റ്റിലൊരു ലൈനർ വീശിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഓർഗനൈസേഴ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കോർണറിൽ വെച്ചിട്ടുള്ളത് ടൂൾസാണ് കേട്ടോ. അപ്പോൾ ഇലക്ട്രിക്കൽ ടൂൾസാണ്. അപ്പോൾ ആ ഒരു ടൂള് വെക്കാൻ വേണ്ടിയിട്ടും പിന്നെ ടോയ്സ് വെക്കാൻ വേണ്ടിയിട്ടും DIY ചെയ്തിട്ടുള്ള കാർഡ്ബോർഡ് ബോക്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതും ഞാൻ കുറേ മാസമായിട്ട് യൂസ് ചെയ്യുന്നതാണ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു ബോക്സിലൊക്കെ മോള് ഇറങ്ങിയിരിക്കലൊക്കെ ഉണ്ട് കേട്ടോ, ടോയ്സൊക്കെ എടുത്ത് പുറത്തിട്ടതിന് ശേഷം. എന്നിട്ടും അത് മെയിൻറ്റെയിൻ ഒക്കെ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് ഇങ്ങനെയുള്ള ഓർഗനൈസേഴ്സ് നോ കോസ്റ്റിൽ ചെയ്തെടുക്കുക എന്നുള്ളത്. നെക്സ്റ്റ് ഈ ഒരു ഗ്യാപ്പിലേക്ക് ഈ ഒരു ബോക്സും കൂടെ ഫിറ്റ് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കുള്ള അതിൻ്റെ തന്നെ ടോയ്സ് അതിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും നമ്മളൊരു എക്സ്ട്രാ ബാസ്ക്കറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ക്ലട്ടറായിട്ട് വരാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അത് നമ്മുടെ ലാസ്റ്റ് റാക്കും നമ്മൾ നീറ്റ്ലി ഓർഗനൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി വരുന്നത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള പലതും DIY ഓർഗനൈസേഴ്സാണ്. ഏറ്റവും ടോപ്പിൽ വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് ഐറ്റം സ്റ്റോർ ചെയ്യുന്നതും എക്സ്ട്രാ സ്റ്റഫൊക്കെ സ്റ്റോർ ചെയ്യുന്ന ബാസ്ക്കറ്റൊക്കെ നമ്മൾ DIY ചെയ്തിട്ടുള്ളതാണ്. ഒരുപാട് മാസം മുമ്പ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ പലർക്കും സംശയമുണ്ട് കാർഡ്ബോർഡ് ബോക്സൊക്കെ നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അതിനുള്ളൊക്കെ എക്സാമ്പിളാണ് ഈ ഒരു ടോയ് ബാസ്ക്കറ്റൊക്കെ. അതൊക്കെ യൂസ് ചെയ്യുന്ന രീതിയൊക്കെ ഭയങ്കര റഫാണ്. അപ്പോൾ അതിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ നമുക്കത് നല്ല ഓർഗനൈസറൊക്കെ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു റംസാൻ ക്ലീനിങ് സീരീസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. താങ്ക്സ് ഫോർ വാച്ചിങ്.